മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തസ്. ജയഗുരു. ഞാൻ എപ്പോൾ സംസാരിക്കുന്ന സമയത്തും എന്തെങ്കിലും ഒന്ന് രണ്ട് സ്തുതി ശ്ലോകങ്ങൾ ചൊല്ലും. വളരെ അർത്ഥവത്തായിരിക്കും അത്. ആ ശ്ലോകം ചൊല്ലിയതിന് ശേഷം അത് അവസാനിപ്പിക്കുന്നത് ഒരു ഗുരുസ്തുതി ചൊല്ലിക്കൊണ്ടാണ്. ഇന്നിപ്പോൾ അത് മാത്രമാണ് ചൊല്ലിയത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ബംഗാളിനെ പറയുക. വെസ്റ്റ് ബംഗാൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൽ മൂർഷിദാബാദ് ജില്ലയിൽ ദക്ഷിൺ ഖണ്ഡം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവരുടെ ഭാഷയിൽ ദക്ഷിൺ ഖണ്ഡോ എന്ന് പറയും. ശരിക്കും അത് ദക്ഷിണഖണ്ഡം എന്നാണ്. അപ്പോൾ ദക്ഷിൺ ഖണ്ഡം എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു എൻ്റെ ഗുരുദേവൻ ജനിച്ചതും വളർന്നതുമെല്ലാം. അദ്ദേഹം നമ്മുടെ സർക്കാരിൻ്റെ തോക്കുണ്ടയും ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറി ബരാനഗറിലുണ്ട്. ബരാനഗറിലല്ല, കോസിപ്പൂർ, കൽക്കത്തയിലെ ഒരു ഭാഗമാണെന്ന് വെച്ചോളൂ. ഗൺ ആൻഡ് ഷെൽ ഫാക്ടറിയിൽ ഒരു എൻജിനീയറായിരുന്നു അദ്ദേഹം. അവിടുന്ന് ജോലി ചെയ്യുന്ന സമയത്തും അല്ലാത്തപ്പോഴും ദക്ഷിൺ ഖണ്ഡക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൊല്ലങ്ങൾ, ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് ഹൗ മെനി ഇയേഴ്സ് ഹി ഹാസ് സ്പെൻഡ് ദെയർ? ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു 60 വയസ്സായി കാണും. എല്ലും തോലുമായിട്ടുള്ളൊരാൾ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പും അതിന് ശേഷവും വളരെ, എനിക്ക് തോന്നുന്നു ഒരു 40-50 കൊല്ലക്കാലം അവിടെ ഉണ്ടാവും. ആ 40-50 കൊല്ലക്കാലം ഒരു ജോലിയും ചെയ്യാതെ ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല, 6, 8, 10, 12, 14 മണിക്കൂർ ശീർഷാസനത്തിൽ നിന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ശീർഷാസനം എടുക്കുന്ന ആൾക്ക് വേറെ ഒരു പ്രവൃത്തിയും ചെയ്യണമെന്ന് തോന്നില്ല. അതാണ് ശീർഷാസനത്തിൻ്റെ വ്യത്യാസം. തല കുത്തി ഇവിടെ മാത്രമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും നിന്നുകൊണ്ടിരിക്കണമല്ലോ. അത് എളുപ്പമല്ല. നമ്മൾ 2 കാലിലൊക്കെയാണല്ലോ, ചന്തിയിലൊക്കെയാണല്ലോ ഇരിക്കണത് നടക്കണതൊക്കെ. അപ്പോൾ അങ്ങനെ നിശ്ചലമായ ഒരു തപസ് ചെയ്തുകൊണ്ടിരുന്ന അത്യപൂർവമായിരിക്കുന്ന ഒരു തപസ്വിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമാണ് പൂർണ്ണാശ്രമം എന്നാണ് അതിന് പേര്. ആ പൂർണ്ണാശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോയത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസമായി ആ പൂർണ്ണാശ്രമം പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസത്തിനുള്ളിൽ ആ കെട്ടിടത്തിൻ്റെ പണി മുഴുവനായാൽ അതവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ ഉദ്ഘാടനത്തിന് പോകാനുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ പണിയിൽ 2 നിലയായിട്ടാണ്. 2ാമത്തെ നില വാർപ്പ് കഴിഞ്ഞു. എൻ്റെ 2ാം നിലയിലത്തെ തട്ട് പൊളിച്ചിട്ടില്ല, വാർപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് അവിടെ പോയി നോക്കി അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് അവസാനിപ്പിക്കുന്ന ജോലികൾ നടത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഭേദഗതികളോ കൂടുതൽ സൗകര്യങ്ങളോ അഴകോ ഒക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളും മാറ്റങ്ങളും ഒക്കെ ഇപ്പോൾ വേണം നിശ്ചയിക്കാൻ. അപ്പോൾ എന്തായാലും പുതിയ സ്വാമിജി അവിടെ ചെന്ന് നടന്നിടത്തോളം പണി കണ്ട് നടക്കാനുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കണമെങ്കിൽ രൂപീകരിച്ച് വരണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഏതായാലും സ്വാമിജി ജംഷഡ്പൂരിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ജംഷഡ്പൂരിൽ നിന്ന് പ്രത്യേകമായി ദക്ഷിണഖണ്ഡത്തെ സന്ദർശിച്ച് വരാൻ ഒരു ഉദ്ദേശം. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, അമ്മയും കൂടി വന്നാൽ നന്നായിരിക്കും. എന്താ, സൗകര്യങ്ങളുടെ തീരുമാനങ്ങളാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരഭിപ്രായം, നമ്മുടെ നമ്രതാജിയും കൂടി പോകണമെന്നാണ്. അവർക്കുണ്ട് ഈ കാര്യത്തിനെ പറ്റി നല്ലൊരു അഭിപ്രായം. അവരൊരു ഫാഷൻ ഡിസൈനറായിരുന്നു, ഫാഷൻ ഉണ്ടാക്കുന്ന ആളായിരുന്നു അവർ. അപ്പോൾ അവർക്കിത് നല്ല ഗ്രഹണമുണ്ട്, അറിവുമുണ്ട്, പ്രാപ്തിയുണ്ട്. അപ്പോൾ അവർ 2 ആളും കൂടി പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നറിയില്ല. അങ്ങനെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാം. അപ്പോൾ എനിക്ക് പോകാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരീരത്തിന് പ്രായമായല്ലോ, ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. അപ്പോൾ
ഇത് പണി മുഴുവനും നടന്നത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പക്ഷേ ഞാൻ പോയില്ലെങ്കിലോ, എന്നാൽ ഇപ്പം തന്നെ ഒന്ന് പോയി കളയാം എന്നൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പോകുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തിനാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോയി കാണണേ എന്നൊരു ചോദ്യം വന്നാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരും. പക്ഷേ ആ സ്ഥലം വേണ്ടതുപോലെ പാലിച്ച് അതിലത്യാവശ്യം ഒരു വിളക്ക് കൊളുത്തുക, എന്തെങ്കിലും 2 നേരം പോവുക, അങ്ങനെ ആ പൂർണ്ണാശ്രമത്തിന് വേണ്ടതുപോലെ ഞങ്ങളുടെ എൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശം, ആ ഉദ്ദേശത്തിനും എൻ്റെ ഗുരുദേവും ഞാനും തമ്മിലുള്ളതായ സംബന്ധം, സമ്പർക്കം, അത് പ്രതിനിധാനം ചെയ്യുന്ന അനാദിയായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു തപോ നിഷ്ഠയൊക്കെ ഉണ്ട് അതിൽ. അതിനനുസരിച്ച തോതിൽ അതിനെ പരിരക്ഷിച്ചു കൊണ്ടുവരണം. അതിനെന്തെങ്കിലും പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആ നാട്ടിലുള്ളവർ കുറച്ച് പേര് മുന്നിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു കാര്യം അവരുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ പോയാൽ അത് വളരെ സൗകര്യമായിരിക്കും, കൂടുതൽ സൗകര്യമായിരിക്കും എന്ന് തോന്നിയിട്ടാണ് പോകാൻ തീർച്ചയാക്കിയത്. അത് മാത്രമായിരുന്നു ഉദ്ദേശം, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോയി വരണത് എളുപ്പമല്ല. 2500 കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിക്കണം. ഒന്നുകിൽ കൽക്കത്തയ്ക്ക് പോകണം. കൊൽക്കത്തയ്ക്ക് പോയി അവിടുന്ന് വണ്ടിയിൽ ഇപ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണ്, കാറിൽ പോകണം. അതല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് ഒരു എയർലൈൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് പോവുക. അവിടെ 3-4 മണിക്കൂർ താമസിച്ച് അവിടുന്ന് ദുർഗാപൂരിലേക്ക്, നമ്മുടെ ഒരു സ്റ്റീൽ പ്ലാന്റ് ഉരുക്ക് ഫാക്ടറി ഉണ്ട്, അവിടെ ഇറങ്ങി അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ ദക്ഷിണ ഖണ്ഡത്തിലേക്ക് എത്താം. 1.5 മണിക്കൂറല്ലേ അമ്മേ? 1.5 മണിക്കൂർ. ആദ്യമായിട്ട് ഞങ്ങൾ ആ വഴിക്ക് പോയതാണ്. അപ്പോൾ അത് അവിടെ എത്തുക. ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ എണീറ്റത് 3 മണിക്കാണ്. 4:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. അവിടെ ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി താമസിച്ച് അവിടുന്ന് പോകാനായിരുന്നു ഉദ്ദേശം. ഈ ശാന്തിനികേതൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് കിട്ടിയ വലിയൊരു മഹാകവി ഉണ്ടായിരുന്നു, പാട്ടുകാരൻ. നമ്മൾ ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനം നിർമ്മിച്ചത് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്, രചിച്ചത്. അപ്പോൾ അദ്ദേഹം വിശ്വഭാരതി എന്ന് പറഞ്ഞ് ഒരു സർവകലാശാല അവിടെ നടത്തുന്നുണ്ട്. അത് വളരെയധികം വനപ്രദേശമാണ്. കുട്ടികളെയൊക്കെ മരത്തിൻ്റെ ചോട്ടിലിരുത്തിയിട്ടാണ് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഐതിഹ്യത്തോടു കൂടിയതാണ്. കുറേ അധികം ഏക്കറുണ്ടത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമ്പാദിച്ചതായിരുന്നു. അവരൊക്കെ വലിയ പ്രഭുക്കളായിരുന്നു, ലാൻഡ് ലോഡ്സ്, ഭൂമി ധാരാളമുള്ളവർ. അപ്പോൾ കഴിഞ്ഞ തവണയും ഞങ്ങൾ ശാന്തിനികേതനിൽ പോയി താമസിച്ച് അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ ദക്ഷിണഖണ്ഡ ഗ്രാമത്തിലേക്ക് പോയത്. ആ വഴിക്ക് പോകാനായിട്ട് ശാന്തിനികേതനിൽ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾ പലരും വന്ന് വാടകയ്ക്ക് എടുക്കും. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നോക്കാനുള്ള ആൾക്കാരുണ്ട്. അവരവരെ വെച്ച് വിളമ്പ് നമ്മൾ പറഞ്ഞാൽ ആ ഭക്ഷണം അതിനനുസരിച്ച് അവർക്ക് അതിനുള്ള ഇത് കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഏർപ്പാടുകളുണ്ട്. അങ്ങനെ 2 കെട്ടിടമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒന്ന് ഞങ്ങൾക്ക് താമസിക്കാനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവർക്ക് താമസിക്കാനും. അതൊക്കെ ഏർപ്പെടുത്തി പോകാൻ പുറപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്, ഈ 3 ദിവസം അവിടെ പരിപാടി നടത്താനായിട്ട് പോകുന്ന ഈ യാത്ര 29, 30, 31, 1, 2, 3, 4 എല്ലാം കൂടി 7 ദിവസം. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര അങ്ങേയറ്റത്തെ ഒരു തപോമയ യാത്രയാണ്. പോകുന്നത് എങ്ങടാ? ഈ ബ്രഹ്മധാം എന്നാണ് അതിനെ ഞാൻ വിളിക്കുന്നത്. ഈ യാത്ര പൂർണ്ണാശ്രമത്തിൽ അത് പരബ്രഹ്മം താമസിച്ചിരുന്ന ഒരു സ്ഥലം എന്നാണ് അതിനെ ബ്രഹ്മധാമം എന്ന് പറഞ്ഞാൽ. ആ ബ്രഹ്മധാമ യാത്ര നടത്തുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ഒരു തപോമയമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, 60 കൊല്ലങ്ങൾ മുൻപ് പാണ്ഡവഗിരിയുടെ കിഴക്കേ ചെരുവിൽ ആരും താമസിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ താമസം തുടങ്ങിയപ്പോൾ എൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള തപോമയ ജീവിതം ആരംഭിച്ചു, തപോനിഷ്ഠ. അതിനു മുമ്പും ഞാൻ തപസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കൂടെ ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഇവിടെ ഞാൻ തന്നെ വന്ന് ഇവിടെ താമസം തുടങ്ങിയത്
മാതാജി സുലഭാദേവിയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. പിന്നെ 1-2 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. ഒരു തപോമയ ജീവിതമാണ് തികച്ചും. ഇതൊരു വലിയ ഒരു യാത്രയാണ്. പ്രത്യേകിച്ചും എൻ്റെ ശരീരത്തിൻ്റെ പ്രായവും അതിനുള്ള വിഷമങ്ങളും അത് കണക്കാക്കാതെ അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഈ യാത്ര നടത്തി വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ യാത്രയിൽ ഒരേ ഒരു ഉദ്ദേശം, ദക്ഷിണഖണ്ഡ ഗ്രാമവാസികളുമായി ഒരു പ്രോഗ്രാമും ഇല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് അവരോടുകൂടി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്ത് അവർ പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് കുറേ സമയം ചെലവഴിക്കുക. ഇത് മാത്രമാണ്, ഒരു പ്രോഗ്രാമും ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി ആ ഗ്രാമത്തിൽ പോകുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ സാധാരണ പറയുന്ന ഒരു ഭാഷ ആ നാട്ടിൽ മഹാപുരുഷന്മാർ എന്നാണ് പറയുക. അപ്പോൾ ഒരു മഹാപുരുഷൻ വരുന്നുണ്ട്, ശിഷ്യന്മാരും 2 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡു യു ഹാവ് ഇതായിരുന്നു തോന്നുന്നു അല്ലേ? ഇതല്ലേ? അല്ല, ഈ ഫോട്ടോ അല്ലേ ഇട്ടിരുന്നത്? ഇങ്ങനെ ഒരു ഫോട്ടോ അടിച്ച് 4 ഫോട്ടോ ഇട്ടിട്ട് ബാബാവിൻ്റെയും ബാക്കിയുള്ളത് ഇട്ടിട്ട് ഇതെല്ലാ സ്ഥലത്തും ഫ്ലെക്സ് ആയിട്ടിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് താമസിച്ചു. എന്നിട്ട് നല്ല ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഫ്ലെക്സ് മാത്രമല്ല, കാർഡ് ഉണ്ടാക്കിയിട്ട് എല്ലാ വീട്ടിലും പോയില്ല കാർഡ് കൊടുത്തു. എല്ലാ വീട്ടിലും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയി എല്ലാവരും ഇങ്ങനെ പോയി വന്നു എന്നറിയത്തക്ക വിധത്തിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഇതിനു മുമ്പ് 2018 40 കൊല്ലത്തിന് ശേഷം ഞാൻ ദക്ഷിണഖണ്ഡത്തിലേക്ക് പോയത്. എൻ്റെ ബാബാവ് ദേഹം വിട്ടതിന് ശേഷം അവിടെ പോകേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ 40 വർഷം പോയില്ല. 40 വർഷം കഴിഞ്ഞ് ബാബാവിൻ്റെ ആൾക്കാരെല്ലാവരും കൂടി അവരുടെ സ്ഥലം സ്വാമിജി ഇതെടുക്കൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യൂ എന്ന് പറഞ്ഞ് തന്നപ്പോഴാണ് പിന്നെ അവിടെ പോകേണ്ടി വന്നത്. അപ്പം ഞങ്ങൾ പോയപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പോണേ എന്നുള്ള ആ ഒരു പ്ലാൻ, ഒരു സ്കെച്ചൊക്കെ ഉണ്ടാക്കി അന്ന് വന്നിരുന്ന സദസ്സിന് അത് കാണിച്ചു കൊടുത്ത് ഇതാണ് ഞങ്ങളിവിടെ നിർമ്മിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. നമ്മളെല്ലാവരും കൂടി പോയി. നമ്മുടെ മുത്തുൻ സ്വാമിജിയും മാജിയും 2 പേരും ദീക്ഷ മേടിച്ചിട്ടുള്ളത് ആ ഗുരുവിൻ്റെ അടുത്ത്, ബാബാവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അവർ എന്നേക്കാളേറെ അവിടെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ വളരെ കുറച്ച് അവസരങ്ങളിലേ പോയിട്ടുള്ളൂ. ജോലി ചെയ്യുന്ന സമയത്ത് സമയം കിട്ടില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം പോവും, ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് വരും, അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞായറാഴ്ച വരും, അല്ലെങ്കിൽ തിങ്കളാഴ്ച വരും. അങ്ങനെ കുറേ തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇവർ കൂടുതൽ തവണ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവിടെ പോയത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവരെല്ലാവരും അതിന് വലിയ ഒരു സ്വീകരണവും എല്ലാം കൂടി വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് നടന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് പോന്നു. പിന്നെ ഒരു പോക്ക് പോയത് അമ്മയാണ് ശിലാസ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ പോയത് അവരുടെ കൂടെ കുറേ സമയം ചെലവ് ചെയ്ത് സംസാരിച്ച് അന്യോന്യം കാര്യങ്ങൾ മനസ്സിലാക്കി പോരണം എന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവരുടെ ദേശീയ രീതിയിൽ ഒരു സ്വീകരണം നടത്തി. അത് നിങ്ങൾക്കവിടെ കാണാം. അവിടെ വായ്ക്കുരവ വളരെ പ്രധാനമാണ്. വായ്ക്കുരവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? എന്ന് പറയണത് അതവിടെ വളരെ പ്രധാനമാണ്. പിന്നെ ശംഖ് നല്ലോണം വിളിക്കും സ്ത്രീകളും പുരുഷന്മാരും അവിടെ. ആ ശംഖ് വിളിയും വായ്ക്കുരവിയും വളരെ പ്രധാനമായിരുന്നു. പിന്നെ അവർ നാമസങ്കീർത്തനം നടത്താൻ വളരെ താല്പര്യമുള്ളവരാണ്. ആ നാട്ടിലുള്ളവരൊക്കെ വൈഷ്ണവരെന്ന് പറയും. നിങ്ങൾക്കറിയോ വൈഷ്ണവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന്? വിഷ്ണു ഭക്തന്മാർ. ആ വിഷ്ണു ഭക്തന്മാർ വളരെ വിശേഷപ്പെട്ടവരാണ്. വളരെയധികം വിശേഷമാണ് അവർക്ക്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ വൈഷ്ണവ സന്യാസിയായിരുന്നു. പിന്നെ ഒരു കൂട്ടർ ശിവഭക്തന്മാരാണ്. വൈഷ്ണവരും ശൈവരും. എൻ്റെ ജന്മന ഞാൻ ഇത് 2ലും പെട്ടതല്ല. ഞങ്ങളെ സ്മാർത്തന്മാരെന്നാണ് പറയുക. പഴയ കാലം മുതൽക്ക് വേദത്തിലും നമ്മുടെ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലുമെല്ലാം പറഞ്ഞ് ആ സംസ്കാരത്തെ അതേ രൂപത്തിൽ പിടിച്ചു നടത്തുന്നവർക്ക്. ഞങ്ങൾക്ക് വിഷ്ണു ശിവൻ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാ സ്ഥലത്തും പോവും. അപ്പോൾ അവിടെയുള്ളവരൊക്കെ വൈഷ്ണവരാണ്. അപ്പോൾ വൈഷ്ണവ ഭക്തി വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അവർ
അവരുടെ വായ്ക്കുറവിയും കാര്യങ്ങളും എല്ലാമായി സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയാൽ എവിടെ താമസിക്കാൻ ഒരു സ്ഥലമില്ല. എനിക്കുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ അവിടെ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ സ്ഥലങ്ങളിലൊക്കെ ബ്രാഹ്മണരടക്കം മത്സ്യം കഴിക്കും. മാംസം അങ്ങനെ കഴിക്കില്ല, മത്സ്യം. അപ്പോൾ അവരുടെ ഓരോ കുടുംബങ്ങൾക്ക് പോയി എന്തെങ്കിലും കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. പിന്നെ വളരെ ചെറിയ അങ്ങനെ ധാരാളം സൗകര്യങ്ങളൊക്കെയുള്ള വീടുകളൊക്കെ ഒന്നും അങ്ങനെ അത്ര ആ ഗ്രാമത്തിലില്ല. അപ്പോൾ അവിടെ ആനന്ദഭവൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്. അത് ഒരു മുഖർജി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, അപൂർവം മുഖർജി, അദ്ദേഹം കെട്ടിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കല്യാണങ്ങൾക്കോ ബാക്കി ഓരോ ആവശ്യങ്ങൾക്കോ കൊടുക്കാമെന്ന്. പക്ഷേ അത് ആരും ഉപയോഗിക്കുന്നില്ല. എന്താ നാട്ടിലുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ നടത്തണം. ഹോമത്തിൻ്റെ പുകയൊക്കെ വീട്ടിലുള്ള ചുമരിലും തട്ടിലുമൊക്കെ തട്ടിയാലേ പിതൃക്കൾക്ക് ഗതി കിട്ടുള്ളൂ എന്നുള്ളൊരു വിചാരമാണ്. ആ വിചാരം അവർ വിടാൻ തയ്യാറില്ല. അതുകൊണ്ട് ആരും അത് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സ്വാമിജി എപ്പോൾ വരികയാണെങ്കിലും ഈ സ്ഥലം സ്വാമിജി അവിടെ ഇരുന്നോളൂ എന്ന്. അപ്പോൾ താമസിക്കാനും ഈ പരിപാടി നടത്താനും ആ സ്ഥലമാണ്. അതിലൊരു 100-150 ആൾക്ക് ഇരിക്കാനുള്ളൊരു ഹാളുണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപിലാണ് ഞങ്ങളെ എല്ലാവരും കൂടി സ്വീകരിച്ചത്, മാലയൊക്കെ ഇട്ട്. അപ്പോൾ ഈ പൂർണ്ണാശ്രമം എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ച് ദൂരത്താണ്. അത് വീണിപ്പോൾ അതിൽ പുനർനിർമ്മാണം നടക്കുകയാണല്ലോ. അപ്പോൾ പൂർണ്ണാശ്രമത്തിൻ്റെ നമ്മുടെ ബാബ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഏതോ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ, അത് അവർ ബന്ധുക്കളുടെ അന്യോന്യം വീടുകൾ ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ അതിൽ താഴത്ത് ശ്യാമ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഒരു ചെറിയ മുറിയിലാണ് ഈ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അവർ കുറച്ച് പുഷ്പമർപ്പിച്ച് മാലയൊക്കെ ചാർത്തിയൊക്കെ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആദ്യമായിട്ട് പോയത് അവിടേക്കാണ്. എന്നിട്ട് അവിടെ പോയി നമസ്കരിച്ച് ഞങ്ങൾ പുറത്ത് കിടന്ന് ആനന്ദഭവനിലേക്ക് പോയി ഉള്ളിൽ കയറി അന്നത്തെ പരിപാടി അന്ന് തുടങ്ങി. അപ്പോൾ അവരോട് പറഞ്ഞത് എന്താ എന്ന് വെച്ചാൽ എനിക്കും ബാബാവിനോടും കൂടിയിട്ടുള്ള ബന്ധം എന്താണത്, ദക്ഷിണഘട്ടത്തിലേക്ക് ഞാൻ എന്താണ് വരണത്, എനിക്ക് ദക്ഷിണഘട്ടത്തിലുള്ള താല്പര്യം എന്താ, ബാബാവ് ആരായിരുന്നു, എന്തായിരുന്നു എനിക്കും ബാബാവിനും തമ്മിലുള്ള ബന്ധം, എൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം ആരാ, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ കാരണം, അവിടെ ബാബാവിനെ കണ്ടവരാരും തന്നെ ഇല്ല എന്ന് പറയാം. ഉണ്ടെങ്കിൽ തന്നെ 1-1.5 ആളേ ഉള്ളൂ, ബാക്കിയുള്ളത് കുറേ കാലമായല്ലോ. അപ്പോൾ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു മുത്തശ്ശൻ. ആ മുത്തശ്ശൻ്റെ പേരും പറഞ്ഞ് ഇത്രയധികം ദൂരത്തുള്ള കേരള സംസ്ഥാനത്തിൽ നിന്നും ബംഗാളിൽ നിന്നുള്ളവരെ എല്ലാവരും കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താണിപ്പോൾ ഇത് സംഗതി, ഇതെന്താ ഇവിടെ നടക്കാൻ പോണേ, ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എനിക്കും ബാബാവിനും തമ്മിലുള്ള ബന്ധം കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ പാർലിക്കാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അന്നൊക്കെ അയിത്തമുള്ള കാലമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 18 ബ്രാഹ്മണ മഠങ്ങളാണ് അവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് അയിത്തക്കാരും വരില്ല. ഞാൻ സ്കൂളിൽ സഹപാഠികളോടുകൂടി ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് പുറത്ത് കിടന്ന ആ ആളെ തൊടുപോലുമില്ല, സംസാരിക്കില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ എല്ലാ വസ്ത്രവും എടുത്ത് മാറ്റണം. അരണച്ചരട് സിൽക്കാണ്, അത് മാത്രം മാറ്റില്ല. ബാക്കിയുള്ളതൊക്കെ മാറ്റി കയ്യും മുഖമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കാപ്പി അമ്മ തരുള്ളൂ. അങ്ങനെ വളർന്നു പോകുന്ന ആളാണ്. അപ്പോൾ ആ ഗ്രാമപ്രദേശത്തിലുള്ള വൈദിക ജീവിതം, വേദകാലം മുതൽക്ക് തന്നെ ജീവിതം, ഒരു പ്രത്യേക ജീവിതമുണ്ട്. കാലത്തെണീക്കുക, ക്ഷേത്രക്കുളത്തിൽ പോയി പല്ല് തേച്ച് കുളിക്കുക, ഈറൻ മുണ്ടുടുത്ത് ഒരു തോർത്തുമുണ്ട് അരയിൽ ചുറ്റി ക്ഷേത്രത്തിൽ പോയി തൊഴുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. വൈകുന്നേരം ഉണങ്ങിയ മുണ്ടൊക്കെ കൊടുത്ത് മണ്ഡപത്തിലിരുന്ന് അവിടെ ഞങ്ങൾ സഹസ്രനാമം ജപിക്കും, സ്തോത്രങ്ങൾ ചെല്ലും. അങ്ങനെയാണ് ജീവിതം. അപ്പോൾ അങ്ങനെ മതപരമായ ഒരു അനുഷ്ഠാനത്തിൽ ഉറച്ച് വിശ്വസിച്ച് അത് അനുഷ്ഠിച്ച് പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ സാധാരണ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന രീതികൾ എനിക്ക് പിടിക്കില്ല. ഞാൻ ചിലപ്പോൾ പോയാൽ എന്നോട് ബീഡി പിന്നാലെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ക്ഷേത്ര മാനേജ്മെൻറ്റ് അംഗങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ പിടിക്കില്ല. അവരുടെ പെരുമാറ്റം ഇഷ്ടമല്ല, നമുക്കത് വേണ്ട. ഞാൻ ഒഴിച്ചു കഴിയുന്നവരാ.
എന്നാൽ എൻ്റെ സംസാരത്തിനൊക്കെ ക്ഷേത്രത്തിന് പോകേണ്ടി വരില്ല, അവിടെയല്ലേ സ്ഥലമുള്ളൂ. അങ്ങനെ ജീവിച്ചു വളർന്ന് നല്ല തഴക്കവും പഴക്കവുമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ മനസ്സിന് ഒരു വിശ്രമം ഞാൻ അനുഭവിച്ചിട്ടില്ല. സ്കൂളിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു പഠിപ്പാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ നല്ലോണം പഠിക്കും, നല്ല കുട്ടികളൊക്കെയാണ്, എല്ലാമാണ്, കൂട്ടുകാരോട് പെരുമാറും, കളിക്കുകയൊക്കെ ഉണ്ടെങ്കിലും ആർക്കും ഞാൻ ഉദ്ദേശിക്കുന്നതോ വിശ്വസിക്കുന്നതോ ആയ ഒരു ഒരു സത്യസന്ധത കണ്ടിട്ടില്ല. കാര്യം വരുമ്പോൾ ആണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറഞ്ഞ മാതിരിയാണ് എല്ലാവരുടെ സ്വഭാവവും കണ്ടിരിക്കണം. അങ്ങനെ ഒരു വിശ്രമവുമില്ലാതെ എൻ്റെ സഹോദരന്മാരുടെ കൂടെ ഉദ്യോഗാർത്ഥം എന്നെ കൽക്കത്തയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പോയതാണ്. പക്ഷേ ഞാൻ പോയിട്ട് അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഗുരുദേവനെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അന്ന് നമ്മുടെ സഹോദരൻ പുരുഷോത്തമ സ്വാമിജി അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കുട്ടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ നാട്ടിലേക്ക് പോന്നിരിക്കുന്ന സമയം. അതാണ് ജ്യേഷ്ഠൻ ഈ ബാബാവിനെ കൂട്ടിക്കൊണ്ടുവന്ന 1 മാസത്തിലേറെ താമസിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് വേറെ ഒരാൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നു. ഒരു തോർത്തമുണ്ട് കൊടുത്തുകൊണ്ട് ഈ വൈ എന്ന് പറയുന്ന മാതിരി ഒരു ദേവതണ്ടും വെച്ചുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഉണ്ടോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല. അപ്പോൾ പുതിയ ഒരു ബാബാവിനെ സാധുവാവിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജ്യേഷ്ഠ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുമോ? പൊട്ടിച്ച് സംസാരിക്കും, എൻജിനീയറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് സമാധാനം തോന്നി. അപ്പോൾ അദ്ദേഹം കോണിപ്പടി കയറി കയ്യിലൊരു സിതാർ വീണ പോലെയുള്ളൊരു സാധനം, അതും കൊണ്ട് എല്ലും തോലും താടിയും തലയായിട്ടാണ് വന്നത്. എല്ലും തോലും താടിയും തലയും. നല്ല സംസാരത്തിലൊക്കെ നല്ല ചൊടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഞങ്ങൾ ശരിയാക്കി വെച്ചിട്ടുള്ള മുറിയിലേക്ക് കൊണ്ടാക്കി അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, നീ നമസ്കരിക്കുക, വലിയ ഒരു സിദ്ധപുരുഷനാണ്, നമസ്കരിച്ചിട്ട് ബ്രഹ്മജ്ഞാനം വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞ ഭാര്യ, അപ്പോൾ ഞങ്ങളുടെ നമസ്കാരമൊക്കെ വളരെ വിശേഷപ്പെട്ട നമസ്കാരമാണ്. ഒരാളെ കണ്ടാൽ നിവർന്ന് ഇങ്ങോട്ട് നമസ്കരിക്കുക. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അമ്മ പ്രത്യേകിച്ചും പറയും, ഒരാളെ നമസ്കരിക്കുമ്പോൾ കാക്കൽ നമസ്കരിച്ച് കൈ നീട്ടി കാല് രണ്ടും തൊടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാറുമുണ്ട്. ഞങ്ങൾ കൊല്ലത്തിലൊരു ദിവസം ആവണിയാവട്ടം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ഗൃഹങ്ങളിലും അവിടുത്തെ ഗൃഹങ്ങളിൽ ചെന്ന് മുതിർന്നവരെ എല്ലാവരെയും നമസ്കരിക്കും. വിദേശത്തേക്ക് പോകുമ്പോൾ അപ്പോഴും നമസ്കരിക്കും, വന്നാലും പോയി നമസ്കരിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ നീണ്ടു നിവർന്ന ഒരു നമസ്കാരം കൊടുത്തു. ഒരു പക്ഷേ നമ്മുടെ ബാബാവിനത് പുതുമയായിരിക്കാം, അങ്ങനെ നമസ്കരിക്കണമെന്ന് ആരും അവരുടെ ഇടയിലില്ല. അപ്പോൾ ഞാൻ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈ രണ്ടും ഇവിടെ വച്ചിട്ട് ഇങ്ങനെ എണീപ്പിച്ച് നെറ്റിയിലൊന്ന് ഒരു ചുംബനം തന്നു, ഒന്ന് ഉമ്മ വെച്ചു. ഞാൻ ആലോചിച്ചത് എന്താ അത്, താടിയും തലയായിട്ടൊരാൾ ആദ്യമായിട്ട് കാണുന്നു. എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ല. ഇങ്ങനെ വാരിക്കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ഉമ്മ വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ വീട്ടിൽ ഒടുക്കത്തെ 7ാമത്തെ കുട്ടിയാണ് ഞാൻ. എൻ്റെ സഹോദരിമാരോ സഹോദരന്മാരോ അച്ഛനോ അമ്മയോ ഒരാളും എന്നെ ഉമ്മ വെച്ച ഓർമ്മ എനിക്കില്ല. ഈ ഒരു മനുഷ്യൻ വന്നിട്ട് പെട്ടെന്ന് വാരിക്കോരിയെടുത്ത് ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ മനുഷ്യബന്ധങ്ങൾ? എന്താ അങ്ങനെ മനുഷ്യബന്ധത്തിൽ ഇങ്ങനെയുമുണ്ടോ ഒരു വശം? ഇതെന്താപ്പാ ഇതൊരു പുതുമയാണെന്ന് തോന്നി. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അന്ന് തോന്നിയ ആ ഇഷ്ടം തന്നെയാണ് ഇന്നും എനിക്ക് അദ്ദേഹത്തിനോടുള്ളത്. അതിലൊരു പണത്തൂക്കം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ആ താമസിച്ച ദിവസങ്ങളിൽ 2-3 ദിവസം എൻ്റെ ജ്യേഷ്ഠനെ വാതിലടച്ച് ദീക്ഷ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല, വാതിലടച്ചിട്ടാണല്ലോ. അപ്പോൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള അച്ഛനമ്മമാർക്ക് എഴുത്തായി എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് ചില വാക്കുകളൊക്കെ അന്ന് കേട്ട് പഠിച്ചതാണ്. ബ്രഹ്മജ്ഞാനം, മോക്ഷം, ദീക്ഷ, ഈ വാക്കുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് നടാടെ കേട്ടതാണ് അവിടെ. അങ്ങനെ ഒരു ദിവസം ഞാൻ സന്ധ്യാവന്ദനം ചെയ്ത് ജപിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കോണം മാത്രം എടുത്ത് മണ്ണിൽ സൂര്യനമസ്കാരമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞായറാഴ്ച ദിവസം 300 എനിക്ക് തോന്നുന്നത് 1000 നമസ്കാരം വരെ നമസ്കരിച്ചിട്ടുണ്ട്. 3-4 മണിക്കൂർ സമയമെടുക്കും.
അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചെയ്യണം, നല്ലോണം പോലെ ചെയ്യണം എന്നൊരഭിപ്രായമുണ്ട്. അതിനെ അമ്മ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കോണം കൊടുത്തുകൊണ്ട് ആ ദേവീക്ഷേത്രത്തിൽ മണ്ണിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ അരളിയുടെ അടുത്ത് നിന്ന് ഒരൊറ്റ ആളും ഇങ്ങനെ ചെയ്യണേ, ഇത് എന്തിനാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അവിടെ എല്ലാവരും വന്നു പോവും, ഒരാളും മിണ്ടില്ല, നമസ്കരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ സന്ധ്യാവന്ദനം കഴിക്കുന്ന സമയത്ത് ബാബ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു പുതുമയായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, ബാബ, ഈ മനസ്സിനൊരു ശാന്തി ഇല്ലല്ലോ, ഒരു വിശ്രമമില്ലല്ലോ, എങ്ങനെയാണ് ഇതിനെ ഏകാഗ്രപ്പെടുത്തുക? ഓ, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തലോ അത് ജീവിതത്തിൽ അവസാനമുള്ള പ്രയത്നമാണ്. നീയാണെങ്കിൽ വളരെ ചെറുപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ചെറുപ്പമാണ്. പിൻവാങ്ങി. അങ്ങനെ ഒന്നിച്ചില്ലാനും മാസം കഴിഞ്ഞ് ബാബാവ് പോയി. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് എഴുത്തെഴുതിക്കൊണ്ടിരുന്നു. എല്ലാ എഴുത്തിനും മറുപടി അയക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് ബാബാവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിക്കണം. എൻ്റെ ജ്യേഷ്ഠന് ദീക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എനിക്ക് മേടിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇനി കൽക്കട്ടയ്ക്ക് വരുമ്പോൾ ഞാൻ ദീക്ഷയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ബാബ വന്നു. എന്നെ മനസ്സിലായി. ഞാൻ പാൻറ്റൊക്കെ കൊടുത്തിട്ടാണല്ലോ നടക്കുക. ഒരു മുണ്ട് കയ്യിൽ പിടിച്ച് അവിടെ പോയി എനിക്ക് ദീക്ഷ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ദീക്ഷ വേണമെന്ന് പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? ആരും എൻ്റെ അടുത്ത് വന്ന് ദീക്ഷ ആവശ്യപ്പെടാറില്ല. അതിന് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ്, നീ എന്താ ഇങ്ങനെ നിർബന്ധമായിട്ട് വേണമെന്ന് പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുഭായി എന്ന് പറയും, അദ്ദേഹത്തിന് മാതിരി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ചിട്ടുള്ള ഒരാളെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ശീർഷാസനത്തിൽ നിന്നു, ഞാൻ താഴ്ത്തിരുന്നു. ദീക്ഷ എന്ന് പറയണത് നടന്നു. അപ്പോൾ അന്ന് മുതൽക്ക് അതിനു മുമ്പും തന്നെ എൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു സ്പന്ദനമുണ്ടാവും, സന്തോഷം ജനിപ്പിച്ചുകൊണ്ട്. ആ ദിവസം മുതൽക്ക് എൻ്റെ ജീവിതമാകെ മാറി. പൂർണ്ണമായിട്ടും ഒരു മാറ്റം. അപ്പോൾ ബാബ തന്നിട്ടുള്ള ദീക്ഷ, ഈ മുങ്ങിപ്പോകുന്ന ഒരാൾ ഒരു ബോട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു തടി കിട്ടിയാൽ എങ്ങനെ പിടിക്കുമോ അതേമാതിരി പിടിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി മുതൽക്ക് ഞാൻ 3 മണിക്കൂർ ധ്യാനിച്ച് ഉള്ളിൽ ലയിച്ച് കിടക്കണ്ടായി. ഞാനിവിടെ ഇരിക്കുന്നില്ല, 3 ദിവസം താമസിക്കണമെന്നാണ് പറയുന്നത്. എനിക്കിരിക്കാൻ പറ്റില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അങ്ങനെ 3 ദിവസം ദീക്ഷ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം. ആ മാറ്റം ഒരു കുപ്പിയിലോ പാത്രത്തിലോ വെള്ളം ഒഴിക്കണമാതിരി ടപ്പ് 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 എന്നിങ്ങനെ കയറി വരുന്നൊരു മാറ്റം, പതുക്കെയല്ല. അപ്പോൾ ഒരു ദിവസം ആഫീസുള്ള ദിവസങ്ങളിൽ 2.5 മണിക്കൂർ നേരം ഞാൻ കാലത്തും വൈകുന്നേരമായിട്ടിരുന്ന് ധ്യാനിക്കും. മുടക്ക ദിവസങ്ങളിൽ 4 മണിക്കൂറും വാതിലും ജനലിയും ഒരടച്ച് തന്നെ ഉള്ളിലിരുന്നിട്ടുള്ളൊരു ധ്യാനമാണ്. ഇതാണ് എനിക്ക് ബാബാവും ഞാനുമായിട്ടുള്ള ബന്ധം. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരൊറ്റ ആളെ വേറെ പോയി കാണണം എന്നൊരു തോന്നലുണ്ടായിട്ടില്ല. ഈശ്വരനോട് വിശ്വാസവും ഈശ്വരഭക്തിയും എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്കും ഉണ്ടായിരുന്നു കലശലായിട്ട്. ആ ഈശ്വരൻ എന്നുള്ള ഭാഗം മാഞ്ഞങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ ബാബ എന്ന് മാത്രമായി അവിടെ ഈശ്വരൻ്റെ സ്ഥാനത്ത്. പിന്നെ ഞാൻ ഈശ്വരനെ ഉറ്റുനോക്കിയിട്ടില്ല. ബാബാവിനോട് എനിക്ക് തോന്നുന്ന ഭക്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ പ്രമാണം. അന്നും ഇന്നും ആ ഗുരുഭക്തി എൻ്റെ മനസ്സിലുണ്ട്. ഒരു ഗുരുഭക്തി എങ്ങനെയാണ് ഒരു ശിഷ്യനിൽ പ്രവർത്തിക്കുക, ശിഷ്യൻ ആ ഗുരുഭക്തിയെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക, അതിനെ ഒരു മഹാധനമാക്കി തീർക്കുന്നത് എങ്ങനെ, ആ ഗുരുഭക്തിയെ ചൊല്ലി എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോകത്തിൽ ഒരു ശിഷ്യ ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാവുന്നതോ ഗ്രഹിക്കാവുന്നതാണ്. അപ്പം ഞാൻ ബാബാവാണ് എനിക്ക് സന്യാസം തന്നത്. അപ്പോൾ സന്യാസത്തെപ്പറ്റി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന കുടുംബാംഗങ്ങൾക്ക് മുഴുവനും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാറുകുട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ അടക്കം എല്ലാവരും ദീക്ഷ മേടിച്ചു. അദ്ദേഹം 1-ലധികം തവണ വന്ന് ഞാൻ ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ സന്യസിച്ച് വരാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിന് എതിർപ്പായിട്ടൊന്നും പറഞ്ഞില്ല. കാവ്യവസ്ത്രം മേടിച്ചു,
തലമുടിയും താടിയൊക്കെ കളഞ്ഞു. എന്നിട്ട് എനിക്ക് പേര് തന്നു, ഭൂമ എന്നുള്ള പേര്. ആനന്ദ തീർത്ഥ എന്നുള്ളത് ഞങ്ങളുടെ സന്യാസിമാരുടെ പേരിൻ്റെ കൂട്ടലാണ്. എല്ലാവരെയും പറയും ആനന്ദാന്ന്. അങ്ങനെ തീർത്ഥ പരമ്പരയിൽപ്പെട്ട ഭൂമ എന്ന പേരോട് കൂടിയവനാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഞാൻ കൽക്കത്തയ്ക്ക് ആഫീസ് ഉദ്യോഗം രാജിവെച്ച്, ഒരു കാലത്ത് ഉദ്യോഗം വേണമെന്ന് തോന്നി, ഇപ്പം എനിക്ക് ഉദ്യോഗം വിട്ട് സന്യസിക്കണം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സേവനത്തിൽ നിന്നും വിരമിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞൊരു എഴുത്താണ് ഞാൻ എഴുതി കൊടുത്തത്. അവർക്ക് എല്ലാവർക്കും കുറേ അതിശയം തോന്നി. എന്നാലും അതൊക്കെ അനുവദിച്ച് ആസ്വദിച്ച് ഒരു സെൻഡ് ഓഫൊക്കെ കഴിച്ച് ഞാൻ വന്നു. അപ്പോൾ അന്ന് ഞാൻ കൽക്കത്തയിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വരുമാനം ഉപേക്ഷിച്ചു. കുടുംബത്തിലുള്ള ബന്ധങ്ങളുമായി യാതൊരു ആശ്രയവും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു ലോകത്തിൽ ആർക്കും എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പം അന്ന് മുതൽക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ തെരുവുകളാണ് എന്നെ സ്വാഗതം ചെയ്തത്. അദൃശ്യമായിരിക്കുന്ന ഈശ്വരശക്തി അതിൻ്റെ നിഴലും തുണയും നൽകി എന്നെ സംരക്ഷിച്ചു. അതുതന്നെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തെ ഞാൻ വളരെ അടുത്ത് കണ്ട് പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം പറയണത് കേട്ടിട്ടുണ്ട്. സംശയങ്ങൾ ചോദിച്ച് സംശയ നിവൃത്തി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ആത്മജ്ഞാനം കിട്ടി ഭഗവത് സാക്ഷാത്കാരം വന്ന ഒരാൾ എങ്ങനെ ഇരിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ചു. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, അവിടെ പോയി താമസിച്ചിട്ടുമുണ്ട്. ആ യാത്ര ഞാൻ നടത്തി വന്നത്, സാധാരണ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ, ഇവിടെ ഒരു ആശ്രമമുണ്ട്, ഗുരു താമസിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വരുമ്പോൾ വളരെ സുരക്ഷിതത്വമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങനെ ഒരു ഗുരുസ്ഥാനത്തേക്കല്ല പോയത്. ഞാൻ പോയത് വിശാലമായ ഒരു മരുഭൂമിയിലേക്കാണ്. അവിടെ ഒരു വാസസ്ഥലവും ഇല്ല. എന്താ ചെയ്യുക അറിയില്ല, എങ്ങോട്ടാ പോവുക അറിയില്ല. എൻ്റെ മനസ്സിന് തോന്നിയ ഏതെങ്കിലും ഒരാലിൻ്റെ ചോട്ടിൽ ചെന്നിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. അപ്പോൾ അന്ന് മുതൽക്ക് എൻ്റെ മനസ്സിൽ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നുമല്ല, ആരുമല്ല, എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇതാണ് എൻ്റെ സമ്പത്ത്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ല. ഞാൻ ആരുമല്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമൊട്ട് വേണ്ടതാനും. ഈ 3 മുദ്രാവാക്യങ്ങളാണ് എനിക്ക്. അപ്പോൾ നിങ്ങളിത് കേട്ട് ചിലപ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടും. പക്ഷെ അതിൽ പിന്നിൽ വേറൊന്നുണ്ട്. ഈ സ്വാമിജിക്ക് ഇങ്ങനെ തോന്നാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ സ്വാമിജിയെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്? എല്ലാവരും എല്ലാം വേണം, എല്ലാം വേണം, എല്ലാം എൻ്റെ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു മനുഷ്യജീവിതമാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു മൊട്ടത്തലയൻ പറയണു, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല, എനിക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അത്രയ്ക്ക് വലിയ ഒരു ധനം കൂട്ടരെ എൻ്റെ ഉള്ളിലുണ്ട്. അത്രയ്ക്ക് വലിയൊരു ധനം എൻ്റെ കയ്യിലുണ്ട്. ആ ധനമാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. മുമ്പ് ഞാനത് പറയില്ല, ഇന്ന് തുറന്നു പറയുക. എല്ലാവരും അത്ഭുതസ്തബ്ധരാവുകയാണ് ഈ പറയണത് കേട്ടിട്ട്. ഈ ഒന്നുമില്ലാത്തതാണ് ഇന്നും എൻ്റെ ശക്തി, എൻ്റെ ധനം, എൻ്റെ സർവസ്വം. ആ സർവസ്വത്തിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം എൻ്റെ ഗുരുദേവനാണ്. ഇതാണ് എനിക്കും എൻ്റെ ഗുരുദേവനുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ 2500 കിലോമീറ്റർ താണ്ടി ഒരു തപോസമർപ്പണം, തപോമയമായ ഒരു സമർപ്പണം എന്നുള്ള നിലയ്ക്ക് ഇത്തവണ അവിടെ പോയി വന്നത്. 3 ദിവസത്തെ പ്രോഗ്രാമിൽ അവരോട് ഞാൻ ചിലതൊക്കെ പറഞ്ഞു. എല്ലാവരും ഭക്തന്മാരാ, നാമം ജപിക്കും. അപ്പോൾ ഭഗവാൻ ആരാ? ഭക്തി എന്താ? എന്താണ് ഈ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ? നമുക്കിങ്ങനെ ഭഗവാന്റെ നാമം പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ? അതോ ഭഗവാനെ അടുത്തു കൊണ്ടുവരാൻ പറ്റുമോ?
അതോ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റുമോ? ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റുമോ? ഈ വക കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹാഗ്രന്ഥം എന്ന് പറഞ്ഞ് അതിലൊരു ഭാഗം അവർക്ക് വിവരിച്ചു കൊടുത്തു. 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ പൂർണ്ണാശ്രമം കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്താൽ പിറ്റേ ദിവസം മുതൽക്ക് അത് നോക്കി പരിപാലിക്കാനായിട്ട് ആ നാട്ടുകാർ, അത് ആ നാട്ടിലത്തെ ഒരു സ്വത്താണ്, അത് അവിടെ ഉണ്ടാവും, ആരും കൊണ്ടുപോയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് ഞാൻ പറയാറുണ്ട്, ആരും കൊണ്ടുപോയില്ല, അത് ഇവിടെ തന്നെ ഇരിക്കുന്നു, അതുപോലെ ഇരിക്കും. അത് ഒരളവ് വരെ സാധിച്ചു എന്ന് പറയാം. അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിസൂക്ഷ്മമായ തത്വങ്ങളാണ് പറയുന്നത്. അവരെല്ലാവരും നിറഞ്ഞ ചിരിയോടുകൂടി അവരത് സ്വീകരിച്ചു കൊണ്ടിരുന്നു, മനസ്സിലായിട്ട് സന്തോഷത്തോടു കൂടി. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് ഞാനും ബാബാവുമായിട്ടുള്ളത്, ആ നാട്ടിൽ ഈ ബാബ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ, ഒരു മുത്തശ്ശന് മാത്രമേ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിശയമാണ്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മളാരും മനസ്സിലാക്കിയില്ല. ആ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് ആ നാട്ടിലിപ്പോൾ നമ്മൾ കെട്ടിരുന്ന കെട്ടിടം അവർക്ക് ആർക്കും വിഭാവനം ചെയ്യാൻ പറ്റാത്ത കെട്ടിടമാണ്. 5600 സ്ക്വയർ അടി ഉണ്ട് ആ കെട്ടിടം, ചോട്ടിലും മുകളിലും കൂടിയിട്ട്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വർക്കേ അവിടെ നടന്നില്ല അത്രേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അതിശയമുണ്ട്. പക്ഷേ ഒരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തച്ഛൻ, ആ മുത്തച്ഛൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നു, കൂടെയുണ്ട് ശിഷ്യന്മാർ. അത് അവരുണ്ടായിക്കോട്ടെ, അതിന് നമുക്കുമായിട്ട് എന്ത് ബന്ധം? ഇതൊരു ക്ഷേത്രമല്ലല്ലോ. ഒരു പ്രതിഷ്ഠയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോവാം, ഭജിക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ബാബ ഉണ്ടായിരുന്നു എന്നല്ലേ പറയണേ. അപ്പോൾ അതൊരു വ്യക്തിയുമായൊരു സംഭവമാണ്, അതിന് സമൂഹത്തോടൊരു ബന്ധമില്ല എന്നിങ്ങനെയുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഇവർ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ മറുപടി പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മറുപടിയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയണത്. എന്താണ് ഭഗവാൻ? എന്താണ് ഭക്തി? ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താ? ഭഗവാനെ സാക്ഷാത്കരിക്കാൻ അടുത്തു കൊണ്ടുവരാൻ, ഒരു ഭക്തനായി തീരാൻ എന്തു വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശാസ്ത്രങ്ങൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക. അങ്ങനെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ അവിടെ നടത്തണം. ഈ മാതിരിയുള്ള ചിന്താഗതിയും ഇമാതിരിയുള്ള കേന്ദ്രങ്ങളിൽ ചെന്നുപോയി കാണണം, ഒരു തീർത്ഥയാത്ര നടത്തണം എന്ന് വിചാരിക്കുന്നവർക്ക് വരാനും കാണാനും തപസ് ചെയ്യാനും ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിത് പണിയണത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കല്ല, ഇവിടെയുള്ളവർക്കും പുറമേ ഉള്ളവർക്കുമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം 2010 പോയപ്പോൾ എല്ലാവരും കൂടി 100 ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമപ്രദേശത്ത് സ്വദേശത്തും വിദേശത്തു നിന്നുമായി 100 പേര് വന്ന് പങ്കുകൂടുക എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞു, അമ്മ പറഞ്ഞു അവരോട്, നമ്മുടെ നൈമിഷാരണ്യത്തിൽ പലരും പുറമേ നിന്ന് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും പാർപ്പിക്കുന്നുണ്ട്. ഇവിടെയും ആൾക്കാർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട് തുറന്നു കൊടുക്കും, വൃത്തിയാക്കി വെടുപ്പാക്കി അവർ വന്ന് താമസിക്കട്ടെ എന്ന് അവർ പറയും. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ട് ആണ് വന്നത്. ഇപ്പോൾ പ്ലെയിനിൽ വന്ന് സഞ്ചരിക്കുന്ന സമയത്ത് അമ്മ ചോദിച്ചു, അതേ സ്വാമിജിക്ക് ഈ ദക്ഷിണഖണ്ഡത്തിൽ ഈ വന്ന് ഈ 3 ദിവസം അവരോട് കൂടി സംസാരിച്ച് മടങ്ങി പോന്നിട്ട് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്, എന്താണെന്നൊരു വിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് എൻ്റെ ജീവിതത്തിൽ 67 കൊല്ലമായിട്ടുള്ള തപോജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നടന്നതെന്ന് പറഞ്ഞു. എന്താണതിൻ്റെ മുഖ്യത്വം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബംഗാളിയിൽ പറഞ്ഞ് എല്ലാവരോടും അറിയിപ്പിക്കാനായിട്ട് ബംഗാളിയിലാണ് പറഞ്ഞത്. ആ മുഖ്യത്വം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 67 കൊല്ലമായി ഞാൻ പലയിടങ്ങളിലും സഞ്ചരിച്ച്, കേരളത്തിൽ 2 കൊല്ലമാണ് ഞാൻ സംസാരിച്ച് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃച്ചംബരം വരെ 14-21 ദിവസമാണ് ഞാൻ ജ്ഞാനയജ്ഞം നടത്തുക. അങ്ങനെ സംസാരിച്ച് പോയി. അതൊക്കെ എൻ്റെ ബാബാവിൽ നിന്നും ഞാൻ ഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ദക്ഷിണഖണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്.
ഇത് ഞാൻ എൻ്റെ തന്നെ സ്രോതസ്സ് ഉറവിടമായ ബാബാവിൻ്റെ പൂർണ്ണാശ്രമത്തിലേക്ക് ഞാനായിട്ട് വന്നിരിക്കുക. ഒരു പുഴ തിരിച്ചൊഴുകി പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നാൽ എങ്ങനെയുണ്ടാവും? അതേപോലെയുള്ളൊരു യാത്രയാണത്. ഇതാണ് ഇതിനുള്ള വ്യത്യാസം എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കിയോ പറഞ്ഞത്? എന്താ ഉണ്ടാവുക? ബാക്കിയെല്ലാം എനിക്ക് ബാബാവിൽ നിന്ന് കിട്ടിയത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായി പല സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ആ ഒഴുക്കിന് നേരെ വിപരീതമായി തിരിച്ചൊഴുകി എൻ്റെ രണ്ടാം ജന്മം എവിടുന്ന് നടന്നുവോ, നമ്മൾക്ക് അച്ഛനമ്മമാരിൽ കിട്ടുന്ന ജന്മം ശരീരജന്മമാണ്, ദേഹജന്മമാണ്. നമുക്കറിയില്ല. അമ്മ വന്ന് പറയണു, മോനെ നീ എൻ്റെ കുട്ടിയാ, ഞാൻ നിൻ്റെ അമ്മയാ, ഇത് നിൻ്റെ അച്ഛനാ എന്ന് പറയണത് കേട്ട് നമ്മൾ സ്വീകരിക്കുന്നേ ഉള്ളൂ. നമുക്കറിയില്ല. ഇത് ഐച്ഛികമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് അങ്ങനെ സ്വീകരിക്കണം, എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം, എനിക്കൊരു രണ്ടാം ജന്മം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചിട്ടുള്ളതാണ്. ആ ഒരു സ്ഥലത്തിലേക്ക് ഞാൻ പോണു. എന്തിന്? ബാബ പറഞ്ഞ കാര്യം നടത്താൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ നാട്ടിലുള്ളവർക്ക് ഒന്നും അറിയില്ല. അവരെ നിങ്ങൾ നല്ല കാര്യങ്ങളും സത്യങ്ങളും ഈശ്വര രഹസ്യങ്ങളും ആത്മരഹസ്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒന്നും അറിയില്ല എന്ന്. അത് നടത്താനാണ് അവിടെ പോയത്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ എൻ്റെ 67 കൊല്ലത്തെ സന്യാസനിഷ്ഠ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സംഭവമാണിത് എന്ന് പറഞ്ഞു. അമ്മ അതങ്ങനെ പറഞ്ഞ് എല്ലാവരെയും എഴുതി അറിയിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഉള്ളത് മുഴുവനും എനിക്ക് ബാബാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒരു ഗുരുഭക്തി എത്ര കണ്ട് മനസ്സിൽ വളരാം ഒരു ശിഷ്യൻ്റെ മനസ്സിൽ? ആ ഗുരുഭക്തിക്കുള്ള ശക്തിയും മഹിമയും എന്താ, അതിൻ്റെ പ്രഭാവം എന്താ, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഹരിഹി 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 ഓം തസ്. ജയ ഗുരു.